സോ ഇവിടെ എന്താണ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുക്കണമെങ്കിൽ മേളിലത്തെ ഈ ഒരു കോളം നോക്കൂ. ഈ കോളത്തിൽ 1 2 3 4 5ാമത്തെ റോ, ചാർട്ടിൽ 5ാമത്തെ റോയിൽ ഇവിടെ തന്നെ ഞാൻ ഓൾറെഡി എടുത്തെടുത്ത ഏറ്റവും പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഡ്രോയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ കാണാൻ കഴിയും. പ്രൊജക്ഷനിൽ 1 2 3 4 5 6 7 8 വോള്യൂം ബേസ്ഡ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡർ ചെറിയ രീതിയിൽ കാണാൻ കഴിയും. അതിന് താഴെ ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് ടൂളാക്കി മാറ്റണം എന്ന് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിൽ സ്റ്റാർ ബട്ടൺ ഞാൻ ഓൾറെഡി അത് ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേവറേറ്റിൽ നിന്ന് പോകും. ഞാൻ വീണ്ടും ഇത് ടിക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറിൽ അവിടെ ഒരു സ്റ്റാർ ഇവിടെ ഓപ്പൺ ആകും. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ കഴിയും. ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ. ഞാനത് ഫേവറേറ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് പുറത്ത് വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് സെഗ്മെൻറ്റ് ഇതായിട്ട് കിടക്കണം. ഇതൊരു ഫ്ലോട്ടിംഗ് വിഡ്ജറ്റാണ്. നമ്മുടെ ഫേവറേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന ടൂൾസ് എല്ലാം ആ ഒരു വിഡ്ജറ്റിൽ ഇവിടെ വന്ന് കിടക്കും. അതിൽ ഞാൻ ഇപ്പോൾ ഫിക്സഡ് വോള്യൂം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് എന്താ വേണ്ടത്? ലോ എൻ്റെ എവിടെയാണ്? ഇതാണ് ഏറ്റവും ലോ. ഞാൻ ലോയിൽ നിന്നും ഈ ഹൈ എപ്പോഴേക്കും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് ഏത് വരെയാണ് നോക്കുന്നത്? ഈ ഹൈ വരെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന വോള്യൂം. അതിനർത്ഥം എന്താണ്? ഈ ലോയിൽ നിന്നും ഈ ഹൈ വരെ ടോട്ടലായിട്ട് പ്രൈസ് മൂവ് ചെയ്തു. ആ ചെയ്തതിൻ്റെ വോള്യൂം എത്രയായിരുന്നു എന്നുള്ള ടോട്ടൽ വോള്യൂം ഏതൊക്കെ പോയിന്റിലാണ് നമ്പർ ഓഫ് അതായത് മോർ ട്രേഡേഴ്സ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തി, നോട്ട് ടൈമിനെ അടിസ്ഥാനപ്പെടുത്തി, ഏത് ദിവസം എന്നോ ഏത് ആഴ്ചയെന്നോ ഏത് സെക്കൻഡിൽ ഏത് മിനിറ്റിൽ നിന്നോ ഒന്നുമല്ല, ഏത് പോയിന്റിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഏത് ഏരിയയിൽ വന്നപ്പോഴാണ് കൂടുതൽ എന്താ പറയുക ട്രേഡേഴ്സാണ്, ബയ്യേഴ്സ് എന്നല്ല സെല്ലേഴ്സ് ഒന്നും അല്ല ഞാൻ പറയുന്നത്, ട്രേഡേഴ്സ്. ഓക്കെ, വളരെ സ്ലോ ആയിട്ടും വളരെ മിനിമലിസ്റ്റിക് മാനറിൽ എല്ലാവർക്കും പഠിക്കാൻ പാകത്തിനാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതിനും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ചിലപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിൽ പലരും പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ വളരെ ഓരോ വിഷയവും ഈ ഓരോ വീഡിയോയും അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓരോ ക്ലാസ്സിനും ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകണം എന്ന് എഴുതിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കണം. ഓക്കെ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.